നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ പേപ്പർ നമ്പർ 2 ബന്ധപ്പെട്ട മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഡിസ്കഷൻ അതിനെ പറ്റിയിട്ടാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് UGC നെറ്റുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഒരു 11 ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ ചെയ്തു നോക്കാം. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വേഗത്തിൽ നോക്കി പോകാം. അപ്പൊ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഒരു 5 എണ്ണം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 PSC നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ മേഖലയൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മോക്ക് ടെസ്റ്റിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഇതേ ലെവലിലും ഇതിനേക്കാളും ലെവൽ കൂടിയ ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 250 രൂപ മാത്രമേ ഉള്ളൂ. ഇനി 5 ദിവസം കൊണ്ട് എത്രയും പെട്ടെന്ന് മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്തൊന്ന് കോൺഫിഡന്റ് ആകുക. താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് മീൻസ്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ കേരള എക്കണോമിക് അതൊരു അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടും ചോദിക്കാം. അപ്പൊ ഇത് PSCയുടെ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. PYQ ആണ്, 2022 PYQ ക്വസ്റ്റ്യൻ ആണ്. NAIRU നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. Option A, a rate of inflation which make the rate of unemployment zero, a rate of unemployment for which the change in the rate of inflation is zero, a rate of inflation for which the change in the rate of unemployment is zero. ഇത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആൻസർ ഓപ്ഷൻ B ആയിരുന്നു. A rate of unemployment for which change in rate of inflation is zero. അപ്പൊ ഇത് ഇനി വരുവാണെങ്കിലും നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് ചോദിച്ചാല് ഇതൊരു സ്പെസിഫിക് ലെവൽ ഓഫ് തൊഴിലില്ലായ്മയാണ്. അറ്റ് വിച്ച് ഇൻഫ്ലേഷൻ ഡസ് നോട്ട് ആക്സിലറേറ്റ് ഓർ ഡീസിലറേറ്റ്. അതായത് പണപ്പെരുപ്പം കൂടാനും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല. ഇൻഫ്ലേഷൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന അൺഎംപ്ലോയ്മെന്റിന്റെ ലെവലിനെയാണ് നമ്മൾ ഈ ഒരു നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. പണപ്പെരുപ്പം എല്ലാവർക്കും അറിയാമല്ലോ. അതായത് കഴിഞ്ഞ വർഷം 10 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പേന ഈ വർഷം 12 രൂപയായെങ്കിൽ നമ്മൾ പറയും പണപ്പെരുപ്പമാണെന്ന് പറയും. കഴിഞ്ഞ പ്രാവശ്യം 10 രൂപ ഉണ്ടായിരുന്നത് അത് കിട്ടിയേനെ, ഇപ്പൊ അത് 2 രൂപയും കൂടെ കൂടി. അപ്പൊ സെയിം റേറ്റ് വെച്ച് നമുക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ല അല്ലെ? അതാണ് പണപ്പെരുപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അൺഎംപ്ലോയ്മെന്റുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും? അൺഎംപ്ലോയ്മെന്റ് ലെവല് ഒരു സ്പെസിഫിക് ഏരിയയിൽ എത്തുന്ന സമയത്ത് ആ സമയത്ത് പണപ്പെരുപ്പം നമ്മളെ കൂടുന്നുമില്ല, കുറയുന്നില്ല. ആ ഒരു ഏരിയയാണ് നമ്മൾ NAIRU എന്ന് വിളിക്കുന്നത്. സിമ്പിൾ വേർഡിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലോവസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൺസിസ്റ്റന്റ് വിത്ത് സ്റ്റേബിൾ ഇൻഫ്ലേഷൻ. അങ്ങനെ ഓർത്താൽ മതി. സ്റ്റേബിൾ ഇൻഫ്ലേഷൻ ആണ് അൺഎംപ്ലോയ്മെന്റ്, ലോവസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് കൺസിസ്റ്റന്റ് വിത്ത് സ്റ്റേബിൾ ഇൻഫ്ലേഷൻ. ഇപ്പൊ നമ്മൾ പറയാണ് അൺഎംപ്ലോയ്മെന്റ് കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് തൊഴിലില്ലായ്മ കുറവാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും പൈസ കാണും അല്ലെ? നമ്മൾ വലിയൊരു റേറ്റ് ആയിരിക്കും കമ്പനിയോട് ചോദിക്കുന്നത്, നമുക്ക് അത്ര ശമ്പളം കിട്ടുവാണെങ്കിൽ പണപ്പെരുപ്പം ഉണ്ടാവും. ഇനി അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലാണ്, നമുക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ പണപ്പെരുപ്പം, അതായത് വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ വിൽപ്പന കുറയും. അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നാൽ ഈ NAIRU എന്ന് പറയുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത് നമ്മുടെ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണപ്പെരുപ്പം കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ തൊഴിലില്ലായ്മ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു റേറ്റ് വരുന്ന സമയത്ത് അതിനെ പണപ്പെരുപ്പത്തെ കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുന്നില്ല. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു തൊഴിലില്ലായ്മയുടെ നിരക്ക്, അതാണ് NAIRU കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. നമ്മുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സയന്റിഫിക് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സയന്റിഫിക് മാനേജ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇതും 2022 ചോദ്യമാണ് കേട്ടോ. PSCയുടെ തന്നെ ചോദ്യമാണ്. നോക്കിക്കേ. ആപ്ലിക്കബിൾ ടു ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് എ ഫാക്ടറി. B, help to increase productivity. C, developed by observation and experimentation. D, unity of command is strictly followed. അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കിക്കേ. വിച്ച് among the following statement related to scientific management is not correct. സയന്റിഫിക് മാനേജ്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയണം. കറക്റ്റ് അല്ലാത്തത് ഓപ്ഷൻ D ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ട് സയന്റിഫിക് മാനേജ്മെന്റ് ആണെന്നാണ്. സയന്റിഫിക് മാനേജ്മെന്റിൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല. എന്താ യൂണിറ്റി ഓഫ് കമാൻഡ്? ഒരു ബോസ് പറയുന്നത് താഴെയുള്ളവർ കേൾക്കുക അല്ലെ? അത് അനുസരിക്കുക, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അത് സയന്റിഫിക് മാനേജ്മെന്റിൽ ഇല്ല. നമുക്കറിയാം സയന്റിഫിക് മാനേജ്മെന്റ് ആരുടെയാണ്? FW ടൈലറിന്റെ. ടൈലർ ആരാ? ക്ലാസിക്കൽ തിയറിയുടെ ഉപജ്ഞാത, അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറിയുടെ അണ്ടറിൽ വരുന്ന ഒരു വ്യക്തിയാണ് FW ടൈലർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ടൈലർ പറയുന്നത്
എഫിഷ്യൻസി അറ്റ് ഷോപ്പ് ഫ്ലോർ ലെവൽ എന്ന് പറയുന്നുണ്ട്. അതായത് വർക്കേഴ്സും മെഷീൻസിനെയും എഫിഷ്യന്റ് ആക്കി മാറ്റുന്നതാണ് കൂടുതലായിട്ട് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം കൊണ്ടുവന്ന മെത്തേഡ്സ് ആയിരുന്നു ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, സ്റ്റാൻഡർഡൈസേഷൻ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇതുകൊണ്ട് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ട് ഒരു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതായിരുന്നു. ഇനി ഓപ്ഷൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്, ആപ്ലിക്കബിൾ ടു ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് ഫാക്ടറി, അത് കറക്റ്റ് ആണ്. ടൈലർ അപ്ലൈഡ് ഹിസ് പ്രിൻസിപ്പിൾ മെയിൻലി ടു ഷോപ്പ് ഫ്ലോർ ഓർ ഓപ്പറേഷൻ ലെവൽ. ടോപ്പ് മാനേജ്മെന്റിലോട്ട് പോകുന്ന കാര്യങ്ങളെ അല്ല അദ്ദേഹം പറഞ്ഞത്. എവിടെയാണ്? മെഷീൻസിന്റെ കേസസിലും അതുപോലെ തന്നെ ഈ ഒരു വർക്കേഴ്സിന്റെ കേസസിൽ മാത്രമാണ് അദ്ദേഹം കൂടുതലായിട്ട് ഈ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചത്. അതുപോലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? എങ്ങനെയെങ്കിലും പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഡെവലപ്ഡ് ബൈ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ ആണ്. അദ്ദേഹം പല സ്റ്റഡീസ് നടത്തി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡിയും സ്റ്റാൻഡേർഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്തു എക്സ്പെരിമെന്റ്സ്. എന്നിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രിൻസിപ്പിളിലേക്ക് പോയത്. യൂണിറ്റി ഓഫ് കമാൻഡ് ഇവിടെ ഫോളോ ചെയ്തിട്ടില്ല, അത് ഇൻകറക്റ്റ് ആണ്. ടൈലർ പ്രപ്പോസ്ഡ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, അതായത് ഈച്ച് വർക്ക് റിപ്പോർട്ട് മൾട്ടിപ്പിൾ ഫോർമാൻ, അല്ലെ? ഓരോ ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യുന്ന ആൾക്കാർ ഓരോ മൾട്ടിപ്പിൾ ഫോർമാനിന്റെ അടുത്തോട്ട് റിപ്പോർട്ട് ചെയ്യണം ഓരോ റിപ്പോർട്ടേഴ്സും, ഒരാളെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് യൂണിറ്റി ഓഫ് കമാൻഡിനെ പറ്റി പറയുന്നില്ല. സോ സയന്റിഫിക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ ഡി ആണ് തെറ്റ്. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് ഒക്കെ ഒന്നുകൂടെ വായിക്കണേ. അടുത്തത് തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യൂണിറ്റി ഓഫ് കമാൻഡ്. ഇതും PYQ PSCയും ചോദിച്ചു, UGC നെറ്റും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? 2024 UGC നെറ്റ് മാനേജ്മെന്റ് ചോദ്യമായിരുന്നു, PSCയും ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ഇംപ്ലൈസ് ദാറ്റ് എംപ്ലോയി ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ഫ്രം and report to one boss, help to fix the responsibility of each person in the organization, state that the subordinate should receive order from all the superiors. ഇവിടെ ഒരു സംഭവം ഉണ്ട്. ആദ്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ദേണ്ട കിടക്കുന്നു ഞാൻ പഠിച്ചത്. ഇംപ്ലൈസ് ദാറ്റ് എംപ്ലോയി ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ഫ്രം ആൻഡ് റിപ്പോർട്ട് ടു വൺ ബോസ്, അതാണ് ഞാൻ പഠിച്ച യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പൊ നമ്മൾ ആൻസർ A എന്നങ്ങ് കറപ്പിക്കും. അപ്പൊ രണ്ടാമത്തെ ഒന്ന് നിങ്ങൾ വായിച്ചു, മൂന്നാമത്തെ അല്ല, നമ്മൾ തെറ്റി. എല്ലാ സുപ്പീരിയേഴ്സിനോടും ഓർഡർ എടുക്കും, റിപ്പോർട്ട് അങ്ങനെയൊന്നും ഇല്ല, അത് തെറ്റി. പക്ഷെ B ഒന്ന് നോക്കിക്കേ, ഹെൽപ്പ് ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ. യൂണിറ്റി ഓഫ് കമാൻഡ് കൊണ്ട് റെസ്പോൺസിബിലിറ്റി, ഓർഗനൈസേഷനിലെ ഓരോ പേഴ്സന്റെയും റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ട് ഓപ്ഷനും ശരിയാണെന്ന് പറഞ്ഞൂടെ? എയും പറയാം, ബിയും പറയാം. അപ്പൊ ആൻസർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൂടെ ശ്രദ്ധിക്കണം. ആൻസർ ചിലപ്പോൾ A ആയിരിക്കും, യൂണിറ്റി ഓഫ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ B ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അതും ശരിയായിട്ട് തോന്നാം. സോ ഓപ്ഷൻ ഡി കണ്ടോ, ഇവിടെ ഉദ്ദേശിച്ചിട്ടുമുണ്ട്. ഓപ്ഷൻ ഡി, ബോത്ത് A and B ആർ കറക്റ്റ്. അപ്പൊ Aയും Bയും ഇവിടെ കറക്റ്റ് ആണ്. ഒരാളിൽ നിന്നും ഓർഡർ സ്വീകരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഓരോ പേഴ്സന്റെയും ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഫെയോളിന്റെ പ്രിൻസിപ്പിൾ 14 ഞാൻ പലവട്ടം പഠിപ്പിച്ചിട്ടുണ്ട്. ആ 14 പ്രിൻസിപ്പിൾസിനകത്തുള്ള ഒന്നാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഈ എവറി എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം ഓൺലി വൺ സുപ്പീരിയർ ആൻഡ് ബി അക്കൗണ്ടബിൾ ഓൺലി ടു ദാറ്റ് സുപ്പീരിയർ. ഇത് അവോയ്ഡ് ചെയ്യുന്നു കൺഫ്യൂഷൻ, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്, കോൺഫ്ലിക്ട് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ആൻസർ. 4, ഫങ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? അപ്പൊ ഈ മിഡിൽ ലെവലും ടോപ്പ് ലെവലും ലോവർ ലെവലും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് മിഡിൽ ലെവൽ? എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാമേ. ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? നമ്മുടെ അഡ്മിനിസ്ട്രേഷനെ ഉദ്ദേശിക്കുന്നത്, പോളിസി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, സിഇഒയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും. മിഡിൽ ലെവൽ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ, ബ്രാഞ്ചിന്റെ മാനേജർ. ഇവര് ഏറ്റവും ലോവർ ലെവലിലുള്ള തൊഴിലാളികൾക്കും മണ്ടയ്ക്കുള്ളവർക്കും ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്, ബ്രിഡ്ജാണ്. ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ സൂപ്പർവൈസറി ആണ്. ഇവിടെ ഫോർമാൻ, സൂപ്പർവൈസേഴ്സും പിന്നെ ഡയറക്ട് വർക്കേഴ്സും ആണുള്ളത്. അപ്പൊ മിഡിൽ ലെവൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റൽ മാനേജ്മെന്റ്, ബ്രാഞ്ചിന്റെ മാനേജേഴ്സ് ഒക്കെയാണ് അവിടെ വരുന്നത്. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ ഏതൊക്കെ ആയിരിക്കും? ഫങ്ഷൻസ്: അസൈനിങ് നെസസറി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ദയർ ഡിപ്പാർട്ട്മെന്റ്, റെഡ്യൂസിംഗ് ദ വേസ്റ്റേജ് ഓഫ് റിസോഴ്സ്, എൻഷുറിംഗ് ദാറ്റ് ദ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആർ മെയിൻറ്റെയിൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഇതെല്ലാം അവർ ചെയ്യേണ്ട ജോലിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. അവരുടെ റെസ്പോൺസിബിലിറ്റി, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസും ഡിപ്പാർട്ട്മെന്റിന് അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. റിസോഴ്സസിന്റെ വേസ്റ്റേജ് കുറയ്ക്കാറുണ്ട്. അത് CEO എന്നാണോ ചെയ്യുന്നത്? അല്ല. സേഫ്റ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, ഉറപ്പുവരുത്താറുണ്ട്, അല്ലെ? അതെല്ലാം ആരാ ചെയ്യുന്നത്? ഈ മിഡിൽ മാനേജ്മെന്റ് ലെവലാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ, ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ്. ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. അടുത്ത 5ാമത്തെ ഈസി ചോദ്യമാണ്. ഹെൻറി ഫെയോൾ ആൻഡ് FW ടൈലർ ബിലോങ് ടു ദ മാനേജ്മെന്റ് സ്കൂൾ ഓഫ് ഡാഷ്.
നമ്മളിപ്പോൾ പറഞ്ഞോളൂ, FW ടൈലറും ഹെൻറി ഫയോളും ഒക്കെ ആരാ? ക്ലാസിക്കൽ മാനേജ്മെന്റ് സ്കൂൾ ഓഫ് തോട്ടിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു. അടുത്തത് 6ാമത്തെ ചോദ്യം തൊട്ട് UGC നെറ്റിന്റെ ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എലമെന്റ് ഓഫ് ഡയറക്റ്റിംഗ്? നമ്മൾ പഠിച്ചതാണ്. സ്റ്റാഫിംഗ് ഡയറക്റ്റിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, സ്റ്റാഫിംഗ് ഒക്കെ അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആണല്ലോ. ഇനി ഡയറക്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട എലമെന്റ് ഏതൊക്കെയാണ്? മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, ഡെലിഗേറ്റിംഗ് അതോറിറ്റി, പെർഫോമൻസ് അപ്രൈസൽ ഓഫ് എംപ്ലോയി. നമുക്കറിയാം ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗൈഡ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, എംപ്ലോയീസിനെ ആ ഗോളിലേക്ക് എത്തിക്കുക. ഇതാണ് ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാ? മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് കറക്റ്റ് ആണ്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡയറക്റ്റിംഗിലല്ല. ഡെലിഗേറ്റിംഗ് അതോറിറ്റി ഡയറക്റ്റിംഗ് അല്ല. പെർഫോമൻസ് അപ്രൈസൽ ഓഫ് എംപ്ലോയീസും അല്ല അല്ലെ? അപ്പൊ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ആണ്. മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത് അതിനകത്ത് വരും. നോക്കിക്കേ, സൂപ്പർവിഷൻ വരും, മോട്ടിവേഷൻ വരും, ലീഡർഷിപ്പ് വരും, കമ്മ്യൂണിക്കേഷൻ വരും. ഇതെല്ലാം ഡയറക്റ്റിംഗിനകത്ത് വരുന്ന മറ്റു പോയിന്റ്സ് ആണ്, എലമെന്റ്സ് ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 7ാമത്തതും UGC ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡ്യൂട്ടി ഈസ് നോട്ട് എ ജനറൽ ഡ്യൂട്ടി ഓഫ് ഡയറക്ടർ ഓഫ് എ കമ്പനി? ഒരു ജനറൽ ഡ്യൂട്ടി ഡയറക്ടർ ഓഫ് എ കമ്പനി. കമ്പനിക്ക് ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എനിക്കൊരു കമ്പനി ഉണ്ടെന്ന് വെച്ചോ, അതിനകത്ത് ഞാനും ഇപ്പൊ ഫാമിലി ബിസിനസ് ആണെങ്കിൽ അതിനകത്ത് ഞാനൊരു ഡയറക്ടർ ആയിരിക്കും. മദർ, ഫാദർ, ബ്രദേഴ്സ് ഇവരൊക്കെ ഡയറക്ടേഴ്സ് ആയിരിക്കും ആ കമ്പനിയുടെ. അവരുടെ ഒരു ജനറൽ ഡ്യൂട്ടി അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഡ്യൂട്ടി ഓഫ് ഗുഡ് ഫെയ്ത്ത്, ഡ്യൂട്ടി ഓഫ് കെയർ, ഡ്യൂട്ടി ടു അറ്റൻഡ് ബോർഡ് മീറ്റിംഗ്, ഡ്യൂട്ടി നോട്ട് ടു ഡെലിഗേറ്റ്. ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ജനറൽ ഡ്യൂട്ടി അല്ലാത്തത് നോക്കിക്കേ, കമ്പനി ആക്ട് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രിൻസിപ്പിളിനനുസരിച്ചിട്ട് ഇവർക്ക് കുറച്ച് ജനറൽ ഡ്യൂട്ടീസ് ഉണ്ട് ഡയറക്ടേഴ്സിന്. നോക്കിക്കേ, ഡയറക്ടേഴ്സ് ആക്ട് ആസ് എ ഏജന്റ് ഓർ ട്രസ്റ്റി ഓഫ് ദി കമ്പനി. ദേ ഓ ഡ്യൂട്ടീസ് ടു ദ കമ്പനി ആസ് ഷെയർ ഹോൾഡേഴ്സ്. ഞാനൊരു ഡയറക്ടർ ആണെങ്കിൽ എനിക്ക് എന്റെ ഷെയർ ഹോൾഡേഴ്സിനോടും അല്ലെങ്കിൽ എന്റെ കമ്പനിയോടും ഒക്കെ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. അത് കൃത്യമായിട്ട് കമ്പനി ആക്ടിൽ പറയുന്നുണ്ട്. ജനറൽ ഡ്യൂട്ടി ഏതൊക്കെയാണ് നിങ്ങളോട് ചോദിച്ചാൽ, ഡ്യൂട്ടി ഓഫ് ഗുഡ് ഫെയ്ത്ത്, അതായത് ഹോണസ്റ്റ്ലി ആക്ട് ചെയ്യുക, സത്യസന്ധമായിട്ട് പെരുമാറുക. ഇൻട്രസ്റ്റ്, അതായത് കമ്പനിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് കമ്പനിക്ക് നല്ലതിന് വേണ്ടിയിട്ട് സത്യസന്ധമായി പെരുമാറുക. ഡ്യൂട്ടി ഓഫ് കെയർ ആൻഡ് സ്കിൽ ഡിലിജൻസ് ആണ്, അതായത് എക്സസൈസ് റീസണബിൾ കെയർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് റീസണബിൾ കെയർ എടുക്കുക. ഡ്യൂട്ടി നോട്ട് ടു ഡെലിഗേറ്റ്, അതായത് ഡയറക്ടർ കനോട്ട് ഡെലിഗേറ്റ് ദെയർ പവർ അൺലെസ് എക്സ്പ്രസ്ലി അലൗഡ് ബൈ ലോ ഓർ ഓർഡർ. അവർക്ക് ഒരു പവർ ഉണ്ട് അല്ലെ, കമ്പനിയുടെ ഡയറക്ടറിന് ഒരു പവർ ഉണ്ട്. അത് ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് വിട്ടു കൊടുക്കേണ്ട അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവരുടെ പവർ. എന്തിനല്ലെങ്കിൽ ലോയ്ക്ക് വേണ്ടിയിട്ടോ മറ്റു കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ. എന്നാൽ ബോർഡ് മീറ്റിംഗിലെല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണമെന്നൊന്നും ജനറൽ ഡ്യൂട്ടി ലോയിൽ പറയുന്നില്ല. സോ ഏതായിരിക്കും ജനറൽ ഡ്യൂട്ടി അല്ലാത്തത്? ഡ്യൂട്ടി ടു അറ്റൻഡ് ബോർഡ് മീറ്റിംഗ്. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. അടുത്തത് നോക്കിക്കേ, 8 ദ പ്രിൻസിപ്പിൾ ടു ബി ഫോളോഡ് ഫോർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് പഠിക്കാനുണ്ട് CSR എന്ന് പറഞ്ഞ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പ്രിൻസിപ്പിൾ. നോക്കിക്കേ, ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, മെയിൻറ്റെയിനിങ് ട്രാൻസ്പെറൻസി ഇൻ റിപ്പോർട്ടിംഗ്, ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ ഓഫ് പോളിസി ആൻഡ് ഔട്ട്കം. അപ്പൊ CSR നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ. എന്താണ് ഈ CSR എന്ന് പറയുന്നത്? എളുപ്പത്തിൽ പഠിക്കാൻ ഒരു മാർഗം പറഞ്ഞുതരാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവരോടും, അതായത് കോർപ്പറേറ്റ് ഒരു കമ്പനി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആ കമ്പനിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യണം അല്ലെ. എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റങ്ങൾ. ഇതൊക്കെ CSRനകത്ത് വരുന്നതല്ലേ, പഠിച്ചതല്ലേ. അപ്പൊ CSRന്റെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ സ്റ്റേക്ക് എന്ന് ഓർക്കുക. അതിന്റെ കോർ പ്രിൻസിപ്പൽസ് ആണ്. ഒന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്മെന്റ്, T ട്രാൻസ്പെറൻസി ഇൻ റിപ്പോർട്ടിംഗ്, A അക്കൗണ്ടബിലിറ്റി ആണ്, K കൈൻഡ്നസ് ഓർ എത്തിക്കൽ ബിഹേവിയർ, ഈ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ചെയ്യണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു 3 എണ്ണത്തിനകത്തും വരുന്നുണ്ട്. അപ്പൊ CSR എന്താണെന്ന് ഒന്നുകൂടെ വായിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇതും പ്രീവിയസ് ചോദ്യമാണ്. അടുത്തത് 9ാമത്തെ, ദ ഒബ്ലിഗേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ബിഹേവ് ഇൻ എത്തിക്കൽ വേ ഈസ് നോൺ ആസ്. ഒബ്ലിഗേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ബിഹേവ് ഇൻ എത്തിക്കൽ വേ. നമുക്ക് എത്തിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ് പഠിക്കാനുണ്ട് അല്ലയോ. അപ്പൊ ഇതിനകത്ത് ഒബ്ലിഗേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ബിഹേവ് ഇൻ എത്തിക്കൽ വേ ഈസ് നോൺ ആസ് എന്തെന്ന് വിളിക്കും? നമ്മൾ ഇപ്പൊ മോളിൽ പറഞ്ഞ അതേ കാര്യമാണ്. എത്തിക്കൽ വേയിൽ ഒരു ഓർഗനൈസേഷൻ ബിഹേവ് ചെയ്യണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. ഒബ്ലിഗേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ബിഹേവ് ഇൻ എത്തിക്കൽ വേ ഈസ് കോൾഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. 10
ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് ആർ നോട്ട് ബേസ്ഡ് ഓൺ. ജോബ് ട്രെയിനിങ് കൊടുക്കുന്ന കാര്യം നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ജോബ് ട്രെയിനിങ് മെത്തേഡ് ആർ നോട്ട് ബേസ്ഡ് ഓൺ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഇവിടെ ജോബ് ട്രെയിനിങ്ങിന്റെ മുമ്പിൽ ഒരു വാക്ക് കിടപ്പുണ്ട്, ഓൺ ദി ജോബ് ട്രെയിനിങ്. എന്താണ് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓൺ ദി ജോബ് മീൻസ് ആ ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത് വെച്ചിട്ടുള്ള ട്രെയിനിങ് മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഇന്ററാക്റ്റീവ് മെത്തേഡ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് മെത്തേഡ്, അപ്രന്റീസ് ട്രെയിനിങ് മെത്തേഡ്. ഇവിടെ നോട്ട് ബേസ്ഡ് എന്ന. അപ്പം ആ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നുണ്ട്, ജോബിന്റെ കൂട്ടത്തിൽ തന്നെ ആ സ്ഥലത്ത് വെച്ച് തന്നെ നടക്കുന്ന ട്രെയിനിങ്സിൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. നോക്കിക്കേ, എന്താണ് ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് ഞാൻ പറയാം. ട്രെയിനിങ് ദാറ്റ് ടേക്ക് പ്ലേസ് അറ്റ് ദ ആക്ച്വൽ വർക്ക് പ്ലേസ് വൈൽ ദ എംപ്ലോയീസ് പെർഫോമിംഗ് ദെയർ ജോബ്. അവിടെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ച്വൽ വർക്ക് പ്ലേസിലെ ട്രെയിനിങ് ആണ് ഈ ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നില്ലേ, ആ പ്രാക്ടിക്കൽ സ്കില്ല് നമുക്ക് ഡയറക്ട്ലി നമുക്ക് അവിടെ നിന്ന് തന്നെ ജോബിന്റെ കൂട്ടത്തിൽ അവർ എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന് അളക്കാൻ പറ്റും. അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ട്രെയിനിങ് മെത്തേഡാണ് ഈ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഹൗ ഒരു ടാസ്ക് കൊടുത്തിട്ട് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇന്ററാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് ലേൺ വൈൽ പെർഫോമിംഗ് വിത്ത് ഗൈഡൻസ് കൊടുക്കുന്നതനുസരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്രന്റീസ്ഷിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രെയിനേഴ്സ് വർക്ക് അണ്ടർ സ്കിൽഡ് വർക്കേഴ്സ് ഫോർ എക്സ്റ്റെൻഡഡ് പീരീഡ്. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത് മറ്റൊരു ട്രെയിനിങ് ഏരിയ പോയി എന്താണ് ദാറ്റ് സിമുലേറ്റ് ദ വർക്ക് പ്ലേസ്, അതായത് കറക്റ്റ് വർക്ക് പ്ലേസ് അല്ല, വേറൊരിടത്ത് ഇതുപോലത്തെ സെറ്റിംഗ്സിൽ പോയി ജോലി ചെയ്യുന്നതാണ് ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അതൊരിക്കലും ഒരു ഓൺ ദ ജോബ് അല്ല, ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. സോ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പെർഫോമൻസ് അപ്രൈസൽ. ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? ചെക്ക് റിവ്യൂ ഡൺ ബൈ ദ സൂപ്പർവൈസേഴ്സ്, റിവ്യൂ ഹിസ് പെർഫോമൻസ് ഇൻ റിലേഷൻ ടു ദ ഒബ്ജക്റ്റീവ് ആൻഡ് അതർ ബിഹേവിയേഴ്സ്, പ്രൊമോട്ട് എംപ്ലോയീസ് ഫോർ സെൽഫ് അപ്രൈസൽ. ഈ പെർഫോമൻസ് അപ്രൈസൽ ടെസ്റ്റുകൾ നമ്മൾ നടത്താറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെർഫോമൻസ് അപ്രൈസൽ സൈക്കോളജിയിലൊക്കെ നടത്തുന്ന പെർഫോമൻസ് അപ്രൈസൽ. പിന്നെ കൊച്ചു പിള്ളേരെയൊക്കെ നമ്മൾ കരിയറിന്റെ കാര്യത്തിൽ, പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അളക്കാൻ നേരത്തെ ഈ പെർഫോമൻസ് അപ്രൈസൽ ടെസ്റ്റുകൾ നടത്താറുണ്ട്. ശരിക്കും ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവാലുവേറ്റിംഗ് ഒരു പ്രോസസ് ആണ്. ഇവിടെ എംപ്ലോയീസിന്റെ കേസസിലാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് വർക്ക് പെർഫോമൻസ് ഇൻ റിലേഷൻ ടു പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ്. എന്റെ കയ്യിൽ ഇപ്പം ഒരു പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവും സ്റ്റാൻഡേർഡും ഒരു ബിഹേവിയർ പാറ്റേണും എന്റെ മനസ്സിൽ കാണും, ഈ സ്ഥലത്ത് ഇയാൾ ഇങ്ങനെ പെർഫോം ചെയ്യണമെന്ന്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ അവരെ വാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ എനിക്ക് സ്ട്രെങ്തും വീക്ക്നെസ്സും ട്രെയിനിങ്സിന്റെ നീഡ്സും പ്രൊമോഷനും റിവാർഡും ഇയാൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അളക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ചെക്ക് റിവ്യൂ ഡൺ ബൈ ദ സൂപ്പർവൈസേഴ്സ്. സൂപ്പർവൈസേഴ്സിന്റെ റിവ്യൂ ചെക്ക് ചെയ്യാറുണ്ട്. റിവ്യൂ ഹിസ് പെർഫോമൻസ് ഇൻ റിലേഷൻ ടു ദ ഒബ്ജക്റ്റീവ് ആൻഡ് അതർ മറ്റ് ബിഹേവിയേഴ്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ വെച്ചിട്ട് അയാളുടെ പെർഫോമൻസ് റിവ്യൂ ചെയ്യാറുണ്ട്. സെൽഫ് അപ്രൈസൽ, പ്രൊമോട്ട് എംപ്ലോയീസ് ഫോർ സെൽഫ് അപ്രൈസൽ അല്ലെ, അതും ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു PSC നടത്തിയിട്ടുള്ള പ്രീവിയസ് ചോദ്യം പേപ്പറും UGC നെറ്റുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതേ മോഡലിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കിയിട്ട് പോവാം, നമുക്കൊരു കോൺഫിഡൻസ് വർദ്ധിക്കും. അത് വളരെ വലുതാണ്, കാരണം പുതിയൊരു സിലബസ് ആണ്. പേടിക്കത്തക്കതായിട്ടൊന്നുമില്ല. വായിക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ട് അടിസ്ഥാനം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.